ഓണമല്ലേ, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാമേ. അപ്പം അതിന് ഞാനൊരു പൈനാപ്പിള് മുറിച്ച് ക്യൂബ്സ് ആക്കണം. ഞാൻ ഈ കൂഞ്ഞം കളയാണേ. 2 കപ്പാണ് ഞാൻ പൈനാപ്പിൾ എടുക്കാൻ പോണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് വേവാനായിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിനെ വേവിക്കാൻ പോകും. വെന്തേച്ചിനി പൈനാപ്പിൾ വേവുന്ന സമയം കൊണ്ടേ അതിനുള്ള അരപ്പും കൂടെ ആക്കാം. തേങ്ങയുണ്ട്, ജീരകം, 2 വെളുത്തുള്ളിയും കൂടെ ഉണ്ട്. പൈനാപ്പിള് അടുപ്പേ വേവുന്നുണ്ട്, അരപ്പ് അരച്ചു വെച്ചു. എന്നിട്ട് തൈരൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പുളിശ്ശേരി അല്ലേ, സ്വല്പം അത് ഉറച്ചു വെക്കാം. 1.5 കപ്പ് തൈര് ഉണ്ടായിരുന്നേ, നല്ല കട്ടി തൈര്. ഇതിന് ഇത് വെന്ത പൈനാപ്പിളിന് അത് ഒഴിക്കണം. ഇരിക്കട്ടെ. അപ്പോൾ പൈനാപ്പിള് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ഇത് വെന്തിട്ടുമുണ്ട്. ഇതിലേക്ക് എന്താ ശർക്കരയാണ്, മധുരം ഇല്ലെന്നുണ്ട്, നിങ്ങൾക്ക് ശർക്കര ഇടാം. ഒന്ന് തുടങ്ങി 2 ടീസ്പൂൺ ഇടും. എന്നിട്ട് ഇതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കും. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അരപ്പിട്ടിട്ട് നല്ലയിടം ചൂടായാൽ മതി. കഴുകി കൂടെ എടുക്കാം. ഇതിനി ഒന്ന് നല്ലയിടം ചൂടാണ്. നല്ലതായിട്ട് ചൂട് വന്നിട്ടുണ്ട്, തിളച്ചിട്ടില്ല, ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇളക്കി വെച്ചിരിക്കുന്ന തൈര് അതും തിളയ്ക്കേണ്ട ആവശ്യമില്ല. തീരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനേ. തിളയ്ക്കാൻ പാടില്ല തൈര് ഒഴിച്ചിട്ടെന്ന് അറിയാലോ. വെച്ചൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ തവിയിൽ നോക്കുമ്പോൾ ആവി വരത്തില്ല, അങ്ങനെ നോക്കിയാൽ മതി. നല്ല ഇളക്കിയിട്ട് തവിയെ കൂടെ ആവി വരുവാണെങ്കിൽ അത് ഓഫ് ചെയ്യാം. താളിച്ചൊഴിക്കാമേ. ഇതിന് വെളിച്ചെണ്ണ ഇതിലോട്ട് കുഞ്ഞുള്ളി അരിഞ്ഞത്, കരിയാപ്പില, മുളക്. അപ്പൊ ഇത് മൂത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയാണ് മൂപ്പിച്ച് കറിക്കകത്തേക്ക് ഒഴിക്കാം. പൈനാപ്പിൾ കറി റെഡിയായി. ഈ പൈനാപ്പിളിന്റെ പുളിയും ചെറിയ മധുരവും ഉപ്പും എല്ലാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ.